ഭയങ്കര വേദന. ഡോക്ടർക്ക് പോയിട്ട് ഒരു ഭേദമില്ല. എന്നൊക്കെ 10-20 ദിവസമായി. കണ്ടമാനം പൈസ ചിലവായി. മോനുണ്ട് അവിടെ, ഹുസൈനുണ്ട് അവിടെ. പിന്നെ എടാ എൻ്റെ കാലോട് തീരെ വയ്യടാ. എവിടേക്ക് എന്നെ കൊണ്ടത്? ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യം കിട്ടണില്ല. ഒരു സുഖം തൊഴിലില്ലാതെ എന്താണ് സംഗതി? എന്താണ് പ്രശ്നം? എൻ്റെ കാല് തീരെ വയ്യ. ഇപ്പൊ എന്തായാലും ശിക്ഷ എന്ത് ചെയ്താലും ഡോക്ടർക്ക് പോയിട്ടും കാര്യമില്ല. കണ്ടമാനം പൈസ ചിലവായിട്ട് അല്ലാതെ പല ഡോക്ടർമാരും പോയി. ഇവിടെയാണ് ഭയങ്കര വേദന. നാരായണൻ വൈദ്യരെ വിളിച്ചട്ടെ. വൈദ്യന്മാരൊന്നും വേണ്ട, തങ്ങൾ അയാളെ വിളിക്കാം. എന്താ വെച്ചാൽ എവിടെ നമ്പർ നോക്കട്ടെ, നമ്പർ തപ്പിയോക്കട്ടെ. ആ മരുന്നിലുണ്ടാവും, നോക്കിയോട്ടെ. കഴിഞ്ഞല്ലോ, ആർക്കും ഉണ്ടായിട്ട് കൊടുക്കും. അതെ, നോക്കട്ടെ ഇതിലുണ്ട്. അയാളെ വിളിക്കാം അല്ലേ? കണ്ടമാനം മരുന്നുണ്ട്. അസ്സലാമലൈക്കും. ആരാണ്? വൈദ്യര് തങ്ങളല്ലേ? അതെ, ഇത് പുത്തൂരിന്നാണേ. നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? ഞാനിപ്പോ വീട്ടിലുള്ളത്. എനിക്ക് പിന്നെ പെട്ടെന്ന് പറയാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഫോണിൽ സംസാരിക്കാൻ ആൾക്കാരില്ല. അപ്പൊ പറയാം. ഞാൻ വാപ്പാക്ക് തീരെ സുഖല്ല, അപ്പൊ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കാനേ. ഞാൻ പുറത്ത് പോയിപ്പോ അങ്ങനെ ചികിത്സിക്കലില്ല. കൊണ്ടുവരാൻ പറ്റുമോ നോക്കാൻ? വീട്ടിക്ക് കൊണ്ടുവരാൻ പറ്റേണ്ട ഒരു അവസ്ഥയല്ല. അതെന്താ, എന്താ സുഖം? കാലുമ വണ്ടിയൊക്കെ തട്ടിയിട്ടൊരു വിഷയത്തില് പറ്റുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വിളിക്ക്. ഇത് നമ്മളെ ആലനല്ലൂരിന്ന് പമ്പിന്റെ അവിടുന്ന് ചാടിയായി. അതെ. നിങ്ങൾ ഏത് ഭാഗത്തുനിന്നാ വരുന്നേ? ഞാനും ഇവിടുന്ന് 55 ഭാഗത്തുനിന്നാ വരുന്നേ. 55 ഭാഗത്തുനിന്നാണോ? എന്നാ അങ്ങനെ 55 റോഡ് ഇങ്ങനെ കുന്നത്തട്ട വഴിയാണ് വന്നായി. അതെ. അവിടെ എത്തിയിട്ട് ഈ നമ്പർക്ക് വിളിച്ചായി. ഞാൻ റോഡ് സൈഡിൽ നിക്കാട്ടില്ലേ. അതെ. അല്ല, നിങ്ങള് പറ്റ കുടുങ്ങിയിട്ട് ഒന്ന് വരാൻ പറ്റൂച്ചാ ഭാവിങ്ങളെ. നോക്കട്ടെ. എനിക്ക് തീർത്തിണ്ട്. ശരി, ഓക്കെ ശരി. എന്നാ ആള് ഇവിടെ എത്താനായിക്കണു. ഞാൻ നോക്കിയാട്ടെ, ഇവിടെ എത്താനായിക്കണു. റോട്ട് മൽക്കാതെ പറഞ്ഞു കാണാനല്ല. ഇവിടെ വീടേ ഇങ്ങോട്ട് സൈഡാക്കി കാണി. ഇതാണ്. അവിടെ ശ്രദ്ധിച്ചിറങ്ങി. ഇങ്ങോട്ട് നിർത്തിക്കളി. നമ്മളെ വീട് തന്നെയാണ്. ഇങ്ങോട്ട് നിർത്തിക്കളി. ഇവിടെ അസ്സലാമലൈക്കും. എന്താ പ്രശ്നം? എന്താ സുഖലായി? ആർക്കാ സുഖലായി? വാപ്പാക്കാണേ. അതെ, വാപ്പാക്ക് വണ്ടി ചെറിയൊരു ആക്സിഡന്റ് പറ്റിയാണ്. കാലിന് സുഖല്ലേനും. അതെ. കൊറേ എവിടെ ഇതാക്കണം. ഇവിടെ റൂമിലാണ്. ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോയി. ഈ റൂമിലാണ് കിടക്കണം ഇപ്പൊ. ഇവിടെ ഇരിക്കി. അസ്സലാമലൈക്കും. ഇതാണ് സംഭവം. ഓ, എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എത്ര ദിവസമായി തട്ടിയിട്ട്? എനിക്ക് 20 ദിവസം കഴിഞ്ഞു. 20 ദിവസം കഴിഞ്ഞു. ഡോക്ടർമാരെ കണ്ടോ? ഡോക്ടർമാരെ കണ്ടു. എക്സ്റേ എടുത്തു. കുറെ ഉണ്ട്. അപ്പൊ എന്ത് ഡോക്ടറേക്ക് പോയിന്ന നേരെ അങ്ങോട്ട് വന്നൂടല്ലേ? ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് ആൾക്കാർ കൊണ്ടുപോയാണ്. ഇതൊക്കെ ഡോക്ടർമാർക്ക് കൊണ്ടുപോയിട്ട് ഓല അവിടെ ഇവിടെ പൊട്ടെന്നറിയും. മനസ്സിലായില്ലേ? ഉണ്ടോ? എക്സ്റേ പൊട്ടെന്നല്ലാതെ പിന്നെ നെറ്റിന്റെ ഒക്കെ അടയാളങ്ങൾ, പിന്നെ കാലിന്റെ വിരലിന്റെ അടയാളങ്ങൾ രണ്ട് പറ്റിച്ചിക്കാണ്. അതൊക്കെ ഈ മരുന്നൊക്കെ പാടെ വെറുതെ എഴുതി കായ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നേരെ വന്നാ പോരല്ലേ? അറിയില്ല. അപ്പൊ ആൾക്കാർ ഞാൻ ബോധം കിട്ടിയിരുന്നു. അപ്പൊ ആൾക്കാർ കൊണ്ടുപോയാണ് വണ്ടി മുട്ടിയപ്പോഴേ. ഇതിപ്പോ കുറെ പഞ്ഞിയും കുറെ കണ്ട സാധനങ്ങളൊക്കെ ചിറ്റിന്നല്ലാതെ ഇപ്പൊ ഇത് പിന്നെ ഓല പരിപാടി കൊണ്ടൊന്നും മാറുന്നുള്ളില്ല. നീരുണ്ട്. നീരുണ്ട്.
പിന്നെ വേനുണ്ട് വേനുണ്ടോ വേനുണ്ടോ ഭയങ്കര വേനുണ്ട് സഹിക്കാൻ വയ്യ. ഓ ആ അത് മാറും. ഇതിപ്പോഴേ സംഭവം എന്ന് വെച്ചാൽ വെറുതെ കുറെ തുണിക്കണ്ണോ കാര്യങ്ങൾ കൂട്ടിക്കെട്ടി വെച്ചിട്ടൊന്നും കാര്യമല്ല. ഇത് മാറാവുന്നേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ നോക്കുമ്പോൾ എല്ലിന് പൊട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞരമ്പ് പറഞ്ഞിക്കാണ്, ഞരമ്പിന്റെ കംപ്ലൈന്റ് ആണ്. അത് മാറണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, കുറച്ച് പൈസക്ക് ചെലവുണ്ടാവും. അത് എടുക്കാൻ തയ്യാറുണ്ടോ? പൈസ വരൂല്ലേ? ആയിക്കോട്ടെ, എന്നാലും വേണ്ട, ഇപ്പൊ നടന്നു കിട്ടിയാൽ മതി. എത്ര ചെലവായാലും വേണ്ട, എന്ന് വിറ്റ് കുടിച്ചാലും വേണ്ട. ഇപ്പോഴേ മാറ്റാവുന്ന പ്രശ്നമുള്ളൂ. മാറ്റാവുന്ന പ്രശ്നം അത് ചെറിയൊരു സംഭവം. അതായത് അതൊക്കെ മാറും. ഇത് കായിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഇത് മാറ്റാം. കായിന് പ്രശ്നമില്ല, എന്തേ വിറ്റിട്ടായാലും വേണ്ട. കായിന് പ്രശ്നമില്ലല്ലോ? ഇല്ല. കായിന് പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പൊ മാറും. കായിന് പ്രശ്നമില്ലല്ലോ? എന്തേ ഉണ്ടാക്കി തരാം. സംഗതി നടത്തി. പൈസക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് അത് ഇപ്പൊ ശരിയാക്കാം കേട്ടോ. എടാ കുട്ടി അയച്ചാ നോക്കട്ടെ. അതയച്ചു ധൈര്യമായിട്ട് മത്സരം കൊണ്ടായിട്ട് ഓരോരുത്തരും ഓരോ ചുറ്റിപ്പെട്ടിക്കാണ് കൂടുന്നിട്ട് തൊട്ടിട്ട് അധികമായി പോകുന്നുണ്ട്. വേദന, ഭയങ്കര വേദന. പെട്ടെന്ന് അയച്ചു. എടാ വളകുളാതി എണ്ണ എടുത്താ. ഇപ്പൊ പാത്തു ഞാൻ ഇത്ര വേദന ഉണ്ടല്ലേ? അതുണ്ടാവും. എന്താ നോക്കാം. ടീച്ചർ മെല്ലെ രണ്ടടി ചവിട്ടിക്കാം. കാണട്ടെ. നോക്ക്, ഇത്ര മാസമായി ചവിട്ടിട്ടെന്നോ? മാസങ്ങളായി. വർക്കുണ്ട്. ഇപ്പൊ കൊറേയൊക്കെ ഇപ്പൊ നടക്കാനായില്ലേ? കൊറേയൊക്കെ കൊടുത്തല്ലോ. അത് ശരിയാവും. അത് നടന്നാൽ അങ്ങനെ ശരിയാക്കാം. ഞാൻ ഒരു പിന്നെ എണ്ണ ഇങ്ങനെ തേച്ചാൽ മതി. ഞാൻ 5-6 മാസമായി ഇങ്ങനെ സ്വീപ്പായിട്ട് പല ഡോക്ടർമാർക്കും പോയിട്ട് ഒരു ഭേദം കിട്ടിയില്ല. ഇപ്പോഴത് കുറെ നിങ്ങൾ വന്നുകൊണ്ട് കുറച്ചൊരു നിരത്തേക്ക് വെക്കാനായി. ഇപ്പോൾ ഞാൻ ചായപ്പൊടി പരിപാടി കച്ചവടമാണ്. അതിൽക്കൂടിയും പോകാൻ ചായപ്പൊടി ഓരോ പിടി കൂടി ഇറക്കി കൊടുക്കുക, ലേനി കൂടി ഇറക്കി കൊടുക്കേണ്ട പണിയാണ്. അത് നിന്നിട്ട് 5-6 മാസമായി. ഈ ആസ്പത്രി എക്സ്റേ ഉണ്ടല്ലേ, മരുന്നുണ്ടല്ലേ, ഒരു കാര്യം കിട്ടില്ല. വെറുതെ പോയി എന്നല്ലാതെ. ചായപ്പൊടി ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ചായപ്പൊടി 2 കിലോ വണ്ടിക്ക് വെക്കട്ടോ. ആയിക്കോട്ടെ. ശരി, എന്നാ ഞാനാണ് ഇറങ്ങാം. പിന്നെ കാണാം. ആയിക്കോട്ടെ. എന്നാ ശരി. ഇവിടെ പോരെ, നമുക്ക് ചില അതവുകൾ പഠിപ്പിച്ചാണ്ട് ചില സ്ഥലത്തട്ടോ. എന്താ കൊടുക്കേണ്ടി വരും അയാൾക്ക്? ഒരു 10-500 കൊടുക്കേണ്ടി വരും. $100 പറ്റില്ലെങ്കിലേ ഒരു 10 രൂപയും കൂട്ടി കൊടുത്താൽ. എങ്ങനെയാണ് മനുഷ്യനെ 100 റുപ്യ കൊടുക്കുക? അത്രയും ലോങ്ങൊന്ന് ഓടി വന്നിട്ട് നടക്കുന്ന കുട്ടിയെ ഞങ്ങൾ പോവാട്ടോ. നിക്ക് അവിടെ നിക്ക്, ഒരു മിനിറ്റ് പോവാൻ വരട്ടെ. എന്താ? ശരി ശരി. ഇല്ലേ നിക്ക ആ ചെങ്ങായി എന്താ തന്നുക്കോ? 100 റുപ്യ ആയിട്ട് തന്നിക്കണേ ചെങ്ങായി. എണ്ണ കായ്ക്കില്ലല്ലോ 100 റുപ്യ. എന്താ ഇതോട്ടൊക്കെ എന്താ ഈ ജനങ്ങളുടെ വിചാരം? ഈ മേലൊക്കെ ഇതാണ് ഞാൻ പറയണത്. ഈ പുറത്തെ പണി പറ്റൂല. അവിടെ 10-100 കണക്കിന് ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ പോകുന്നത്.